ഹായ്, എൻ്റെ പേര് അശ്വിൻ. ഇതാണ് നമ്മുടെ ചാനൽ റെട്രോ സ്കോഡ്. ഇത് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ്, റീൽസ്, കവർ സോങ്, ഷോർട്സ് ഇതൊക്കെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഷോർട്ട് ഫിലിംസിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആഴ്ചയിൽ ഷോർട്ട് ഫിലിം ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ടൈം കാരണം നടന്നില്ല. ഷൂട്ടിങ് അങ്ങനെ കൊണ്ട് കുറേ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അതിനും കൂടെ പ്ലാൻ ചെയ്ത് ഷോർട്ട് ഫിലിം ഇടുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ കഥ നമ്മളൊരു സ്റ്റോറി ടെല്ലിങ് വീഡിയോ ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തും ഡിസ്കസ് ചെയ്തപ്പോൾ കൊള്ളാം, നല്ല പരിപാടിയാണെന്ന് പറഞ്ഞ് നമ്മളൊന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം പരിപാടി. സ്റ്റോറി ടെല്ലിംഗ് വീഡിയോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് വന്നിട്ട് കാലാന്തകനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. പ്രമോദ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ 2 വർഷങ്ങൾക്ക് ശേഷം അമ്മയും അനുജനെയും കാണാൻ നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ നാട്ടിലെത്തിയപ്പോഴാണ് താൻ അറിയുന്നത് തൻ്റെ അമ്മയും അനുജനെയും നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളത്. കാരണം തിരക്കി പ്രമോദ് അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത്, നിന്റെ അമ്മ ഞങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഇതുവരെ തിരികെ നൽകിയിട്ടില്ല. നീ തരാമെന്ന് പറഞ്ഞ പൈസ ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ. ഇപ്പോൾ അവധി പറഞ്ഞു 1 കൊല്ലത്തോളമായി. നീ 2 മാസത്തിനകത്ത് തരാമെന്നാണ് പറഞ്ഞത്. നിന്റെ മകനെക്കുറിച്ചാണെങ്കിൽ യാതൊരു വിവരവുമില്ല. ഇനിയും ഞങ്ങളെ കാത്തിരിക്കണോ? ഇങ്ങനെ പല തവണയായി അവർ പോകുന്ന വഴികളിലെല്ലാം പറഞ്ഞു നടന്നിരുന്നു നാട്ടുകാരത്രയും. അവരെ മാനസികമായി തളർത്തി തൻ്റെ ഇളയ മകൻ്റെ മുന്നിൽ വെച്ച് തന്നെ മോശമായ വാക്കുകൾ പറഞ്ഞിരുന്നു ഈ ജനങ്ങളത്രയും. ഒടുവിൽ ആ അമ്മ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ ജോലി എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ പൈസയെല്ലാം തിരികെ നൽകാമെന്ന് പറഞ്ഞു. എന്നാൽ അവിടെയുള്ള നാട്ടുകാരും അവർക്ക് ജോലി കൊടുക്കാൻ പോലും തയ്യാറായില്ല. കാരണം കടം പറഞ്ഞ് വാങ്ങിച്ച കാശ് കൃത്യസമയത്ത് നൽകാത്തതിനാണ് ഈ നാട്ടിലുള്ള ജനങ്ങളത്രയും അവരെ മുന്നിലിട്ട് ദിവസവും അപമാനിക്കുന്നത്. എന്നാൽ ആ അമ്മ പറയുന്നുണ്ട്, ഞാൻ ജോലി എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ കാശെല്ലാം തിരികെ നൽകാമെന്ന്. പക്ഷേ അവർക്ക് ആ സ്ത്രീയോടുള്ള വിശ്വാസമെല്ലാം പോയി. നീ മുമ്പും ഇതുപോലെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. നിന്റെ മകൻ്റെ ജോലി ആവശ്യത്തിനായി കാശ് ഞങ്ങളോട് വാങ്ങിച്ചപ്പോഴും നീ പറഞ്ഞത് ഞാൻ കൃത്യസമയത്ത് തരാമെന്നാണ്. എന്നിട്ട് എന്തായി? അതുകൊണ്ട് ഞങ്ങളാരും നിന്നെ ഇനി വിശ്വസിക്കില്ല. അങ്ങനെ ആ അമ്മയ്ക്ക് രക്ഷയില്ല എന്ന് മനസ്സിലായി. ഇനി ഈ നാട്ടിൽ നിന്നാൽ തനിക്കൊരിക്കലും കടം വീട്ടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഇവർ തൻ്റെ മകനെയും കൊണ്ട് ഈ നാട്ടുകാരും അറിയാതെ രാത്രിക്ക് രാത്രി ഓടി രക്ഷപ്പെട്ടു. പക്ഷേ നാട്ടുകാർ ചിന്തിച്ചത് അവരെല്ലാവരെയും പറ്റിച്ച് നാടുവിടുകയായിരുന്നു എന്നതാണ്. എന്നാൽ ആ അമ്മ, ഞാൻ മറ്റൊരു നാട്ടിൽ ചെന്ന് ജോലി എടുത്തിട്ടാണെങ്കിലും ആ പണം എനിക്ക് തിരികെ കൊടുക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് അവർ നാടുവിട്ടത്. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കേട്ട ശേഷം പ്രമോദ് വിഷമത്തോടെ താൻ കടം വാങ്ങിച്ച പൈസയെല്ലാം ഓരോരുത്തർക്ക് കൊടുത്തിട്ട് അദ്ദേഹം കൈകൾ കൂപ്പി പറഞ്ഞു, ചെയ്ത സഹായത്തിനെല്ലാം നന്ദി. ഇതെല്ലാം പറഞ്ഞ് ഒരു ദേഷ്യഭാവത്തോടെ ആ നാട്ടിൽ നിന്നിറങ്ങി. തൻ്റെ അമ്മയും അനുജനെയും മറ്റോരോ നാട്ടിൽ ചെന്ന് അന്വേഷിക്കുവാൻ തുടങ്ങി. പക്ഷേ ഒരു വിവരവും ലഭിച്ചില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇതുവരെ അവരെക്കുറിച്ച് യാതൊരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രമോദ് യാത്ര നിർത്തിയില്ല. അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രമോദ് യാത്ര തുടങ്ങി. ഒടുവിൽ 2 ആഴ്ചയ്ക്ക് ശേഷം ശബരിപുരി എന്ന ഗ്രാമത്തിൽ വെച്ച് തനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കണ്ടുമുട്ടി. പ്രമോദാസ് ആദ്യമൊന്ന് സന്തോഷിച്ചെങ്കിലും പിന്നീട് വല്ലാത്തൊരു അതിശയമായിരുന്നു. ഞാൻ നാട്ടിൽ വെച്ച് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നതായിരുന്നു പ്രമോദിൻ്റെ മനസ്സിൽ. തൻ്റെ കുടുംബം കഷ്ടത്തിലായ സമയത്ത് ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇളയച്ചനായിരുന്നു അത്. പേര് ദാമോദരൻ.